ദൈവത്തിൻ്റെ പ്രിയ മക്കളെ തൻ്റെ അനന്തസ്നേഹത്തോട് കൂട്ടിച്ചേർക്കുകയും നിത്യരക്ഷ അവർക്ക് അവകാശമാക്കി തീർക്കുകയുമായിരുന്നു ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രഥമ ലക്ഷ്യം. കൂടറിയാതെ ചിതറിക്കിടന്ന തൻ്റെ പ്രിയപ്പെട്ട ആട്ടിൻപറ്റത്തെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും തെറ്റായ വഴികളിൽ നിന്നും സംരക്ഷിച്ച് ആലയിലെത്തിക്കുന്ന നല്ലിടയൻ്റെ ചിത്രം അതിമനോഹരമാണ്. ആടുകൾക്കു വേണ്ടി ജീവനർപ്പിക്കുന്ന ആ നല്ലിടയനാണ് എക്കാലവും തിരുസഭയാകുന്ന തൻ്റെ ആട്ടിൻപറ്റത്തെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവിളിയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് ആ നല്ലിടയൻ്റെ പ്രതിപുരുഷന്മാരായി ഈ ആട്ടിൻപറ്റങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഏറെ ഇടയന്മാർ. അവർ ദൈവസ്വരത്തിൻ്റെ മാഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ജീവിതം കൊണ്ട് അതിന് പ്രത്യുത്തരം നൽകിയവരാണ്. ആ സമർപ്പണം ഇന്ന് സഭയാകുന്ന ദൈവജനത്തെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് ദൈവസമക്ഷത്തിലേക്ക് ആനയിക്കുന്നു. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ ആരംഭിച്ച മലബാർ കുടിയേറ്റം മലബാറിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരേടാണ്. കേരള സഭയെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്ര സംഭവങ്ങൾ ഏറെ നിർണായകമാണ്. സീറോ മലബാർ സഭയിൽ ഇന്ന് തലശ്ശേരി, മാനന്തവാടി, താമരശ്ശേരി എന്നീ പ്രധാന രൂപതകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് പ്രധാന കുടിയേറ്റ മേഖലകൾ. 1954 തലശ്ശേരി രൂപത സ്ഥാപിതമായപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം തലശ്ശേരി രൂപതയുടെ ഭാഗമായിരുന്നു. കുടിയേറ്റ പിതാവായി അറിയപ്പെടുന്ന പുണ്യചരിതനായ വള്ളോപ്പള്ളി പിതാവിൻ്റെ ശക്തമായ നേതൃത്വത്തിൽ ആ പ്രദേശങ്ങളുടെ എല്ലാത്തരം വികസനങ്ങൾക്കും ചുക്കാൻ പിടിച്ചതിനൊപ്പം ശക്തമായ ആത്മീയ നേതൃത്വം നൽകിയതിനും പിന്നിൽ ആദ്യം മുതലുള്ള വൈദിക സന്യസ്ത സമൂഹമാണ് ഉള്ളത്. ഇത്തരത്തിൽ ചിരസ്മരണീയരായ ചില വൈദികരുണ്ട്. ഫാദർ ജോർജ് നരിപ്പാറ എന്ന ഈ മേഖലയിൽ ഏവർക്കും പ്രിയങ്കരനായ നരിപ്പാറയച്ചൻ തൻ്റെ തനതായ പ്രവർത്തന ശൈലിയും ഊഷ്മളമായ സ്നേഹ സാന്നിധ്യവും കൊണ്ട് ശ്രദ്ധേയനാണ്. സവിശേഷമായ ദൈവകൃപയാൽ എല്ലാ വൈദികർക്കും മാതൃകയാകത്തക്ക ശക്തമായ പ്രവർത്തനങ്ങളാൽ ശ്രദ്ധേയനായ ഇടവക വൈദികൻ, വചനപ്രഘോഷകൻ, എഴുത്തുകാരൻ, ചിന്തകൻ, സെമിനാരി അധ്യാപകൻ തുടങ്ങി ഏറെ മേഖലകളിൽ പ്രശോഭിച്ചിരുന്ന ഒരു പ്രവർത്തന ചരിത്രമാണ് ഇദ്ദേഹത്തിൻ്റേതെങ്കിലും ഏറ്റവും പ്രധാനം വിശുദ്ധ ജോൺ മരിയ വിയാനിയെ അനുസ്മരിപ്പിക്കുന്ന കളങ്കരഹിതമായൊരു ഇടവക വികാരി പദമാണ്. പാലാരൂപതയിലെ ചെമ്പലമറ്റം സ്വദേശിയെങ്കിലും സെമിനാരിയിൽ ചേർന്നതു മുതൽ തലശ്ശേരി രൂപതയ്ക്കു വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ വന്യവൈദികന്റെ ജീവിതത്തിൽ ദൈവം ഇദ്ദേഹത്തെ നയിച്ച വഴികൾ അതിശയകരമാണ്. ഞങ്ങൾ ഭരണങ്ങാനം ഇടവക്കാരായിരുന്നു തറവാട്. എൻ്റെ ചാച്ചൻ്റെ മാമോദിസയും കല്യാണം ഭരണങ്ങാനം പള്ളിയിലായിരുന്നു. എൻ്റെ ചാച്ചൻ കല്യാണം കഴിച്ചത് വാരണത്ത് അന്നമ്മ എന്നയാളെ, അത് വിളക്കുമാട് ഇടവകയാണ്, പാലാരൂപത്തിൽപ്പെട്ട വിളക്കുമാട് ഇടവകയാണ്. അവിടുത്തെ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എത്ര മക്കളായിരുന്നു നിങ്ങൾ? ഞങ്ങൾ 7 പേര്. ഞാൻ മൂത്തയാൾ, 4 ആണും 3 പെണ്ണും. മൂത്തയാളെ ആയതുകൊണ്ട് പള്ളിക്ക് കൊടുത്തു. കന്യക അയച്ചത് പള്ളി കൊടുക്കാൻ പാരമ്പര്യം. കടിഞ്ഞൂൽ ഫലം ദൈവത്തിൽ സമർപ്പിച്ചു. ബാല്യകാല വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ബാല്യകാല വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം ചെമ്മലമറ്റത്ത്. ഞങ്ങളുടെ ഭരണങ്ങാനത്തുനിന്ന് ഒരു കുരിശുപള്ളി ഇടവകയായി കിഴപറയാറെന്ന് പറയും, കിഴപറയാറ് ആറ്റിനക്കരയൊക്കെയാണ്. അപ്പോൾ ആ ഇടവകയിലാണ് എൻ്റെ ആദ്യ കുർബാന സ്വീകരണം. ആ പള്ളിയിലായിരുന്നു. ഇപ്പോൾ വികാരിച്ചൻ തന്നെ പള്ളി കൊണ്ട് വെച്ചാണ് പഠിപ്പിച്ചിരുന്നത്. അത് വലിയൊരു അനുഭവമായി. ആദ്യത്തെ ഫാദർ ജോസഫ് കൈമളേട്ടച്ചൻ അച്ഛനാണ് പഠിപ്പിച്ചത്. അപ്പോൾ അച്ഛനെ ഇങ്ങനെ ഈശോയുടെ പീഡാനുഭവത്തെപ്പറ്റിയും കുർബാനയെപ്പറ്റിയൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്ന് അച്ഛൻ്റെ മുഖത്ത് നോക്കിയത് ശ്രദ്ധിച്ച് കേട്ടതും ഈ പീഡാനുഭവത്തെപ്പറ്റി കുരിശുരൂപം ചൂണ്ടിക്കാണിച്ച് അച്ഛൻ പ്രസംഗിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നാൽ തന്നെ
ഈ കുരിശുരൂപത്തോട് ഒരു ആദരവും ഭക്തി പ്രത്യേകമായിട്ട് ഉണ്ടാകാനിടയായി. ദൈവം നൽകുന്ന പ്രത്യേകമായ ഒരു ദൗത്യത്തിലേക്ക് കൈപിടിച്ചുയർത്തപ്പെടുന്ന ഒരു ശുശ്രൂഷകൻ അവൻ്റെ ജീവിതത്തിലെന്നും ദൈവിക ഇടപെടലുകളുടെ മാധുര്യം നുകർന്നുകൊണ്ടേയിരിക്കും. ജീവിച്ചിരിക്കുന്നവരും സ്വർഗത്തിലായിരിക്കുന്നവരുമായ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സാന്നിധ്യവും വഴിനടത്തലും അവരെ ലക്ഷ്യത്തിലേക്കെത്തിക്കും. വള്ളോപ്പള്ളി പിതാവിൻ്റെയും കൈപ്പിൻ പ്ലാക്കലച്ചൻ്റെയും ഏറെ പ്രത്യേകമായി വിശുദ്ധ അൽഫോൻസാമയുടെയും ശക്തമായ സ്വാധീനം നരിപ്പാറയച്ചൻ്റെ ജീവിതത്തിൽ ആദ്യഘട്ടം മുതൽ അദ്ദേഹത്തെ വഴി നടത്തിപ്പോന്നു. അപ്പോൾ എന്നെ സ്വാധീനിച്ചൊരു വ്യക്തിയാണ് പി സി അബ്രാഹം. അദ്ദേഹം ഞാൻ അതുറാന 2 വർഷം അവിടെ വന്ന് മാലിപ്പറമ്പിൽ അച്ഛനെ സ്ഥാപക പിതാവും നേതാവ് പി സി അബ്രാഹവും 2 പേരും കൂടെ വന്ന് ഞങ്ങളെല്ലാം വിളിച്ചു കൂടി സൺഡേ സ്കൂളിൽ മീറ്റിംഗ് കൂടി എന്നെ മിഷനിൽ ചേർത്ത് കാര്യം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ അവർ 2 പേരും കുഞ്ഞേട്ടനും മാലിപ്പറമ്പ് അച്ഛനും കൂടെ അതൊരു വലിയ ഭാഗ്യമാണല്ലോ. അത് കാണാനും അവർ തന്നെ നേരിട്ട് എന്നെ മിഷനിൽ ചേർത്തു. അതല്ല ഈ മിഷന് പോകാനും അച്ഛനാങ്ങളുടെ ഒരു തുടക്കമായി വലിയ പ്രചോദനമായി. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സെമിനാരിയിൽ ചേരണമെന്നുള്ള ആഗ്രഹം തുടങ്ങിയിരുന്നു. ആദൂരാൻ അയക്കേണ്ടപ്പോൾ മുതലേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവിതം ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട്, അച്ഛനാകുന്ന ഒരു ആഗ്രഹം. അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം അത്ര ഉറച്ചു തോന്നാൻ കാരണം? ഒന്ന് ഒരു മിഷണറി വൈദികൻ, ആദ്യത്തെ മിഷണറി വൈദികനാണ് ഫാദർ ജോർജ് വയലിൽ വിശാഖപട്ടണം രൂപത. 1927 ആദ്യമായിട്ട് മിഷൻ ദൂരെ പോയ ഒരു അച്ഛനാണ്. അതിന് മുമ്പ് ഒറ്റയാളെ പോയിട്ടുള്ളൂ. ഈ ഇടമറ്റക്കാരൻ പേരേക്കാട്ട് കുരുവിള വീട്ടിൽ നിന്ന് ഒളിച്ചു പോയി മധുര ജീസസഭ ചേർന്ന് എന്ന് പറഞ്ഞാൽ ഒരു 100 കൊല്ലം ആയുള്ളൂ നമ്മൾ പുറത്തേക്ക് പോകാൻ തുടങ്ങിയിട്ട് തന്നെ. 28 ആകണ്ടേ, 100 കൊല്ലം തികഞ്ഞില്ല. അതിന് മുമ്പ് ഈ മിഷൻ ലീഗ് സ്ഥാപിച്ചതുകൊണ്ട് മിഷൻ ലീഗ് കൂടെ ഇപ്പോൾ എത്രയോ മെത്രാന്മാരായി, ലോകം മുഴുവൻ മെത്രാന്മാരും കന്യാസ അച്ഛന്മാരും മലയാളികളായി കഴിഞ്ഞിരിക്കും സുറിയാനിക്കാരെ. അപ്പോൾ മിഷൻ ലീഗിൻ്റെ ഒരു പ്രസക്തി ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ മിഷൻ ലീഗിൽ ചേർന്ന് മിഷൻ പിരിവിനൊക്കെ പോകുന്ന കാര്യം, മിഷൻ കോഴി വിളക്കുന്നവരും തീപ്പെട്ടി അരി ഈ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഞങ്ങളൊരു റാലി നടത്തുകയൊക്കെ മിഷൻ ലീഗിന് അവിടെ വാർഡിൽ നിന്ന് വാർഷികത്തിന് എൻ്റെ ഇടവയിൽ ഞാൻ 56 10ാം ക്ലാസ് പാസ്സാണ്. ആ സമയത്ത് സംസ്ഥാന വാർഷികം എൻ്റെ ചെമ്മനൂരിൽ നടത്തുകയുണ്ടായി. വചനം പറയുന്നു, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. തൻ്റെ ചെറുപ്പകാലത്ത് നരിപ്പാറയച്ചൻ അനുവർത്തിച്ച ജീവിതശൈലിയും ഇപ്രകാരമായിരുന്നു. അതിന് അദ്ദേഹത്തെ സഹായിച്ച ഏറെ കാര്യങ്ങളുണ്ടായിരുന്നു. നല്ല പുസ്തകങ്ങളും നല്ല ബന്ധങ്ങളും, ഏറെ പ്രധാനമായി മിഷൻ ലീഗും. മിഷൻ ലീഗിൻ്റെ സ്ഥാപകനും അച്ഛൻ്റെ ഇടവകാംഗവുമായ കുഞ്ഞേട്ടനെന്ന പി സി എബ്രഹാമുമായുള്ള അടുപ്പവും. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചത് തൻ്റെ ജീവിതത്തെ ദൈവഹിതമറിഞ്ഞ് മുന്നോട്ട് നയിക്കുവാൻ സഹായകമായി എന്ന് അച്ഛൻ ഓർമ്മിക്കുന്നു. അതുപോലെ 10ാം പീസിൻ്റെ ഇങ്ങനെയുള്ളവരുടെയൊക്കെ കിട്ടാവുന്നതോളം ജീവിതത്തിലുള്ള ആത്മകഥകളും നമ്മൾ അച്ഛനാൻ തീരുമാനിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ടത് വായിക്കുള്ളൂ മാത്രം. അപ്പം നല്ലൊരു തീരുമാനം എടുത്താൽ അങ്ങനെ ഗുണമുണ്ട്. മറ്റുള്ളവർ നമുക്ക് ആവശ്യമില്ലാത്ത ഒഴിവായും, ആവശ്യമില്ലാത്ത കമ്പനികൾ കൂട്ടുകെട്ട് ഇതെല്ലാം ഒഴിവാകാൻ കാരണം ഈ ഒരു തീരുമാനമാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെ വിരുദ്ധമായിട്ടൊന്നും വായിക്കാനും കൂട്ടുകൂടാനും പോവുകയില്ല. അപ്പോൾ ഈ മിഷൻ ലീഗ് ചേർന്നുകൊണ്ട് ഇങ്ങനെ ആശയടക്കം ചെയ്യാനും മിഷൻ പിരിവ് നടത്താനും സുഹൃദേവ ചെല്ലാനും ആശയടക്കം ഇതെല്ലാം പഠിപ്പിച്ചു. ഇതൊക്കെ കൊന്തയും സുഹൃദേവൊക്കെ ചൊല്ലിക്കൊണ്ടാണ് സ്കൂളിലേക്കും പള്ളിയിലേക്കും പോവുക. അതിനെല്ലാം കടപ്പെട്ടിരിക്കുന്ന പി സി അബ്രാഹത്തും കൂടെ. അദ്ദേഹത്തിന് ഒരു ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം കുർബാന കേൾക്കേണ്ടി കഴിഞ്ഞ് നല്ല വെള്ള ഉടുപ്പ് ഇട്ടിരിക്കുന്നത്. ആ വെള്ള സെമിനാരിക്കാരെ പോലെ കപ്പ് ഷർട്ട് വരെ കുർബാന കേൾക്കേണ്ടി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നിലത്ത് മുട്ടുകുത്തി കമുന്ന് കിടന്ന് പ്രാർത്ഥിക്കുക. അച്ഛൻ കുർബാന കൂടി തിരിച്ചു വരുന്നവരെയും. അച്ഛൻ പി സി അബ്രാഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സംഭവം ഞാൻ അന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് വാർഷിക സംഖ്യ ചെന്നപ്പോഴേ 41 കഴിക്കുന്ന പ്രശ്നം. അപ്പോൾ അതൊരു പ്രചോദനമായിരുന്നു പുള്ളിക്കാരൻ്റെ ഈ മാതൃക. പിന്നെ എല്ലാ പ്രാവശ്യവും എന്നെ കൊണ്ടുപോയി കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ വീടടുത്താണ്, അവിടെ കൊണ്ടുപോയി ഒരു ഗ്ലാസ് കാപ്പിയെല്ലാം കുടിപ്പിച്ചേ വിടുകയുള്ളൂ. പി സി അബ്രാഹത്തിൻ്റെ വീട്ടിൽ പോകുന്ന വഴി ചേർന്നാണ്. അപ്പോൾ ഞാനന്ന് ഓർക്കും, ഇപ്പോൾ ഈ ചേട്ടത്തി കുറേ കഴിഞ്ഞ് മനസ്സിലായിരുന്നു എന്നും കാപ്പി കൊടുക്കണം എന്നുള്ളത്. എല്ലാം എപ്പം ചെന്നാലും കാപ്പിയൊക്കെ ആണ് റെഡിയാക്കി കുടിപ്പിച്ചേ വിടുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ദൈവവിളി വളർത്തിക്കുന്ന രീതികളാണ്. ഓരോ കൊച്ചുങ്ങളെ സ്നേഹിച്ച് ഇങ്ങനെ അവർ എത്രയായിരം പിള്ളേരെ എത്രയായിരം അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ ദൈവവിളി നേടാനായിട്ട് കാരണമായിരുന്നു. ഭാരതത്തിൻ്റെ രക്ഷ ഭാരത മക്കളിലാണ് എന്ന ലിയോ 13 പാപ്പായുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കുഞ്ഞേട്ടൻ്റെയും ജോസഫ് മാലിപ്പറമ്പിലച്ഛൻ്റെയും നേതൃത്വത്തിൽ 1947
ചെറുപുഷ്പ മിഷൻ ലീഗ് ആരംഭം കുറിക്കുന്നത്. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രേക്ഷിത സംഘടനയായ മിഷൻ ലീഗിലൂടെ വളർന്നുവന്ന ഏറെ സജീവ പ്രേക്ഷിതർ സഭയിലുണ്ട്. അവരിൽ ഒട്ടേറെ മെത്രാന്മാരും വൈദികരും സന്യസ്തരുമുണ്ട്. ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങളിലെ ദൈവവിളി തിരിച്ചറിഞ്ഞ് അതിനെ പരിപോഷിപ്പിക്കുവാൻ കുഞ്ഞേട്ടനും മാലിപ്പറമ്പിലച്ഛനും പുലർത്തിയിരുന്ന തീഷ്ണത എക്കാലവും മിഷൻ ലീഗിൽ നിറഞ്ഞു നിന്നിരുന്നു. നരിപ്പാറയച്ഛൻ്റെ ജീവിതത്തിലെ ആദ്യഘട്ടങ്ങളിൽ മിഷൻ ലീഗ് അദ്ദേഹത്തിൽ ചെലുത്തിയ സ്വാധീനം അദ്ദേഹം വെളിപ്പെടുത്തുമ്പോൾ അതൊരു കാലഘട്ടത്തിൻ്റെ സാക്ഷ്യമാണ്. ഒപ്പം ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ തിരിച്ചറിയുന്നതിന് പലപ്പോഴും തടസ്സം നേരിടുമ്പോൾ അവർക്ക് ശക്തമായൊരു സന്ദേശവുമാണ് ഈ ജീവിതം. ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ സലേഷ്യ സഭക്കാർ അച്ഛന്മാർ മാത്രം അന്ന് സ്കൂളിൽ കൂടെ വരും. പിള്ളേരെ 7 കഴിഞ്ഞ് ജയിക്കുന്നവരെ കൊണ്ടുപോയി 8, 9, 10 പഠിപ്പിക്കും. എന്നിട്ട് താല്പര്യമുള്ളവർ ചേർന്ന് മണ്ണുത്തി ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ല കളിക്കട്ടായാലും ഉണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ പിന്നെ 10ാം ക്ലാസ് കഴിയുമ്പോൾ ചേരും, അല്ലെങ്കിൽ തിരിച്ച് പോരുകയും ചെയ്യാം. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഈ സ്കൂളിൽ കൂടെ വരുമ്പോഴാണ് ആഗ്രഹം ഉണ്ടാകുന്നത് നമുക്ക്. അത് കഴിഞ്ഞപ്പോൾ അപ്പം അനുവാദം ഇല്ലാത്തതുകൊണ്ട് പിന്നെ 10ാം ക്ലാസ് തുടർന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് പോകാൻ വേണ്ടി പ്രചോദനം തന്നതാണ് ഫാദർ എബ്രഹാം കൈപ്പമ്പിലാക്കൽ. ഈ ജനുവരി അല്ല മെയ് മാസം 4-ാം തീയതി അദ്ദേഹം മരിച്ചു. 100 വയസ്സ് കയറി. ഏപ്രിൽ 16-ന് അദ്ദേഹത്തിന് 100 വയസ്സ് തികഞ്ഞു. ദേവദാൻ സെൻട്രൽ സ്ഥാപകന് 2 സന്യാസ സഭ സ്ഥാപിച്ചു. ദേവദാൻ സിസ്റ്റേഴ്സും സ്നേഹഗിരി സിസ്റ്റേഴ്സും 100 വയസ്സിൽ 100ാമത് ബന്ധം വന്നവർ ഉദ്ഘാടനം ചെയ്തു. 5000 പേരെ ദിവസം വയസ്സന്മാരെ അനാഥരെ പോറ്റുന്നു. അച്ഛന് പരിചയപ്പെട്ടത് ഇപ്പോൾ അച്ഛൻ തന്നെ മുൻകെടുക്കുക. ഞാൻ അച്ഛനാണ് മല്ലേശ്ശേരി പള്ളിയിൽ ആദ്യത്തെ വികാരിച്ചനാണ്. പള്ളിയൊക്കെ പണിതുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ ചെമ്മലമാറ്റം പള്ളിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രം വിളക്കുമാടത്ത് പഠിച്ചു. നല്ല ദൂരമുണ്ട്. ദൈവത്തിൻ്റെ ഒരു പരിപാലനം. അന്നത് വികാരിച്ചൻ ഫാദർ മാത്യു കിഴക്കേക്കര തിരുമേനി അച്ഛൻ വിളിക്കപ്പെടുന്ന അച്ഛനായിരുന്നു. അച്ഛന് ഈ അന്ന് 5ാം ക്ലാസ് വരെയാണ് ആദ്യം, 1 മുതൽ 5 വരെ എൻ്റെ സ്കൂളിൽ ചെമ്മലമാറ്റം പള്ളിയിൽ. അത് കഴിഞ്ഞപ്പോൾ ഈ 6 ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ 6th വരെ. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ അന്നത്തെ വികാരിച്ചൻ പറഞ്ഞു, നീ കാളകെട്ടി അടുത്ത 2 കിലോമീറ്ററേ ഉള്ളൂ, പിന്നെ തെടനാടും അത്രയേ ഉള്ളൂ 2 കിലോമീറ്റർ, ഗവൺമെൻറ് സ്കൂളാണ്. ആ രണ്ടിടത്ത് നീ പോകണ്ട, നീ നല്ല സ്കൂളിൽ പോയി പഠിക്കാൻ പറഞ്ഞു. വിളക്കുമാടത്തേക്ക് തിരിച്ചു വിട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പരിപാലനയായിരുന്നു. നല്ല സ്കൂളായിരുന്നു. നല്ല അച്ഛന്മാർ തന്നെ. മൂങ്ങാമാക്കൽ അച്ഛൻ ഞാൻ ചെന്നപ്പോൾ ആദ്യത്തെ എബ്രാഹിം മൂങ്ങാമാക്കൽ, അദ്ദേഹം ഏടൂരൊക്കെ വികാരിച്ചനായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹമായിരുന്നു അവിടെ ഹെഡ് മാസ്റ്റർ. ഇപ്പോഴത്തെ MP ജോയി മഴുവണ്ണൂർ പ്രണയാനുകാരൻ, അദ്ദേഹത്തിൻ്റെ അപ്പൻ സാർ ഹെഡ് മാസ്റ്ററായിരുന്നു. നല്ല നല്ല സാറന്മാർ, നല്ല അച്ഛന്മാരൊക്കെ കിട്ടി അവിടെ. അപ്പം ഞാൻ ഈ സ്കൂളിൻ്റെ അച്ഛൻ്റെ പള്ളിയുടെ മുമ്പിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കലും അച്ഛനായിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ അച്ഛനൊരു നിരീക്ഷണപ്പെടുവാന്ന് മനസ്സിലായി. എന്നെ കണ്ടുപിടിച്ചു പുള്ളി. എന്നെ കണ്ടാൽ ഞാൻ ചേർക്കാൻ കൊള്ളാമെന്ന് മനസ്സിലാക്കി. എൻ്റെ ഒരു കൂട്ടുകാരനായ ഇടവക്കാരൻ മലേഷ്യക്കാരൻ കാരക്കാട് ജോൺ എന്ന പേര് 10ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം 4 മണിക്ക് അവധിക്കാലത്ത് ഏപ്രിൽ മെയ് മാസത്തിൽ ഇരിക്കുമ്പോൾ ഈ എൻ്റെ കൂട്ടുകാരനെ അച്ഛൻ പറഞ്ഞു വിട്ടു. എൻ്റെ അടുത്ത് വന്ന് വീട്ടിൽ വന്നിട്ട് നാളെ രാവിലെ കുർബാന കാണാൻ വേണ്ടി അടുത്ത അയലോകത്തെ പള്ളി മല്ലേശ്ശേരി ചെല്ലണം അച്ഛൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുർബാന കഴിഞ്ഞ് പള്ളിമുറി ചെല്ലാൻ ചെന്നു. അച്ഛൻ കാപ്പിയൊക്കെ തന്നു. കാപ്പിയൊക്കെ തന്ന ശേഷം പിന്നത്തെ ചോദ്യം, അച്ഛനാകാൻ ആഗ്രഹം ഉണ്ടോന്നാണ്. അപ്പോൾ അതുവരെ ഞാൻ ഒറ്റ ആഗ്രഹം ഇങ്ങനെ കൊണ്ടു നടക്കില്ലേ, പ്രാർത്ഥിച്ചു നടക്കില്ലേ. അപ്പോൾ എനിക്ക് അതേ ആഗ്രഹമുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അച്ഛൻ പറഞ്ഞു 54-ലാണ് തലശ്ശേരി ഉപത ആരംഭിക്കുന്നത്. അപ്പോൾ ആ തലശ്ശേരി ഉപത ഇങ്ങനെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അവിടെ അച്ഛന്മാർ 10ാം ക്ലാസ് ദൈവവിളിക്ക് പോകാൻ പിള്ളേരും കുറവാണ്. പേരാവൂർ ഒറ്റ സ്കൂളേ അന്നുള്ള ഹൈസ്കൂള്. അതുകൊണ്ട് വള്ളപ്പള്ളി പിതാവ് പാലായി വന്ന് പാലായിലെ ഹൈസ്കൂളിൽ കൂടെ പള്ളിയിൽ കൂടെയൊക്കെ പോയി ചങ്ങനാശ്ശേരി, പാല, തൃശ്ശൂർ, എറണാകുളം, കോതമംഗലം ഇങ്ങനെയൊക്കെ പോയാണ് പിള്ളേരെ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞ് അച്ഛൻ തന്നെ എനിക്ക് അപേക്ഷ എഴുതുന്നത് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. എൻ്റെയും ഈ കൂട്ടുകാരൻ്റെ ഒന്നിച്ച് അപേക്ഷ അയച്ചത്. അത് കഴിഞ്ഞ് പാലായിലെ സെൻറ് തോമസ് ഹൈസ്കൂളിൽ പറയടുത്ത് വരാൻ നടന്നുകൊണ്ട് ഇൻ്റർവ്യൂ നടത്തിയത്. വള്ളപ്പള്ളി പിതാവ് അവിടെ വന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് വരണ്ട, അതുകൊണ്ട് പിതാവ് അങ്ങോട്ട് വന്ന് അപ്പോൾ ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞ് പിതാവ് 1-2 പേരെ ചോദിച്ചുള്ളൂ, എന്തിനാ അച്ഛനാകുന്നത്, പിന്നെ ആരോടെ കൂടുതൽ ഭക്തി. അപ്പം മാതാവിനാണ് കൂടുതൽ ഭക്തി എന്ന് പറഞ്ഞു. ഇപ്പം മെയ് മാസമാണ് ഞാൻ വിചാരിക്കുന്നത്. മെയ് മാസത്തിലെ നമ്മുടെ മണക്ക് മാസത്തിൻ്റെ മാസങ്ങളിൽ ഈ മാതാവിന് മുമ്പിൽ പൂക്കളൊക്കെ പറിച്ച് അലങ്കരിക്കാനൊക്കെ ഞങ്ങളെല്ലാം മുമ്പിൽ നിൽക്കുമായിരുന്നു തന്നെ. അപ്പോൾ മാതാവിൻ്റെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പറഞ്ഞപ്പോഴത്തേക്കും പിതാവ് ഇഷ്ടപ്പെട്ടു, മതിയായി. എന്നിട്ട്
റിസൾട്ട് വരുമ്പോൾ അറിയിച്ചേക്കാമെന്ന് പറഞ്ഞു, നമ്പറൊക്കെ മേടിച്ചിട്ട്. പിന്നെ പിതാവിൻ്റെ സ്നേഹം കൊണ്ട് പറഞ്ഞു മിക്കവാറും അനുകൂലമായിരിക്കും ഇന്നും കൂടി. ഏതായാലും പിതാവ് അന്നേരം ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഏതായാലും അങ്ങനെ തന്നെ സംഭവിച്ചു. എനിക്ക് കിട്ടി. എൻ്റെ കൂട്ടുകാരൻ എന്നേക്കാൾ സമർത്ഥനമൊക്കെ ആയിരുന്നു, പക്ഷേ പുള്ളിക്കാരന് കിട്ടിയില്ല. പഠനകാര്യങ്ങളിൽ ഏറ്റവും മികച്ച നിലവാരം പുലർത്തിയിരുന്ന ഒരു ചരിത്രമാണ് നരിപ്പാറയച്ചൻ്റെ പഠനകാലത്തിലേത്. SSLCക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് നേടി പ്രശംസനീയമായ രീതിയിൽ വിജയിച്ചപ്പോൾ തനിക്ക് ഏതു തൊഴിൽ മേഖലയും തിരഞ്ഞെടുക്കാനാകുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു വൈദികനാകുവാനുള്ള തീരുമാനം സംശയലേശമന്യേ കൈക്കൊണ്ടു. കർത്താവിനു വേണ്ടി ആത്മാക്കളെ നേടുന്നതിനുള്ള അദമ്യമായ ആഗ്രഹമായിരുന്നു അതിനു പിന്നിൽ. അച്ഛന് SSLC സ്കൂളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി, ആ വർഷത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ജയിച്ചപ്പോൾ വീട്ടുകാർക്ക് എന്തെങ്കിലും മറ്റു പ്രതീക്ഷകളുണ്ടായിരുന്നോ പഠനം തുടരണം? അവർക്കൊരു പ്രതീക്ഷയൊന്നും കൊടുത്തില്ല. ഞാൻ പറഞ്ഞു അച്ഛനാകാൻ പോകണമെന്നുള്ള തീരുമാനമുള്ളത് കൊണ്ട് അതിനെ എതിര് നിന്നയ്ക്കാൻ അവർ തയ്യാറായില്ല. പക്ഷേ അതിന് എന്തുകൊണ്ടാണെന്നുള്ള പ്രധാനപ്പെട്ടത്, ഞാൻ എൻ്റെ സ്വയം തീരുമാനം എടുത്തത് അച്ഛനായി കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോയാൽ ഒരു അധ്യാപകനാകാം, അറിവ് പറഞ്ഞു കൊടുക്കാം, ഡോക്ടറായ മരുന്ന് കൊടുക്കാം, കുറേ പേരുടെ ജീവൻ രക്ഷിക്കാം. ഇങ്ങനെ നമുക്ക് ഒരാൾക്ക് ചെയ്യാവുന്ന ഉപകാരങ്ങൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ പരവെച്ച് കൊടുക്കുക, സാമ്പത്തിക സഹായം ചെയ്തൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം എന്നാണെന്ന് ഞാൻ ചിന്തിച്ചത്, ഒരാഴ്ച എനിക്കുള്ളല്ലോ, ഒരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ചെയ്യണം. ചുരുങ്ങിയ കാലം ഇവിടെ ജീവിച്ച് കടന്നു പോകുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഒരാൾക്ക് ദൈവത്തെ കൊടുക്കുകയാണ് ഏറ്റവും വലുത്. ഒരു പാവിയെ പരിശുദ്ധനാക്കുക, കുമ്പസാരിപ്പിക്കുക, നരകത്തിൻ്റെ പുത്രനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുക, സമാധാനത്തിൽ പോകുക എന്ന് പറഞ്ഞുകൊണ്ടേ. അപ്പോൾ അതിനുള്ള അധികാരം അച്ഛന്മാർക്ക് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഈശോയെ കയ്യിലെടുക്കാൻ എന്ത് ആഗ്രഹമാണ്, ഈശോയെ കയ്യിലെടുക്കാൻ വേണ്ടി മാതാവ് കയ്യിലെടുത്ത് മുക്കും കയ്യിലെടുക്കുക. ആ വിശ്വാസത്തിൻ്റെ കുർബാനയുടെ ഭയങ്കര ഭക്തിയും വിശ്വാസം ചൊച്ചിലേ കിട്ടി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാനൊക്കെ പ്രോത്സാഹിപ്പിച്ചും ആദ്യ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോകണമായിരുന്നു. കാരണം നമ്മുടെ മാതൃകയെല്ലാം വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന മുട്ടയൊന്ന് ചെല്ലണം, അപ്പൻ പടിയൊക്കെ ആയിട്ട് പുറകെ ഇരിപ്പുണ്ടാകും. അപ്പം മുഴുവൻ സമയം മുട്ടയൊന്ന് ചെല്ലണം. അതൊക്കെയാണ് ശരിക്കും ദൈവവിളി കിട്ടാൻ പ്രോത്സാഹിപ്പിച്ച ആദ്യം അപ്പനും അമ്മയും. പിന്നെ ഇങ്ങനെയുള്ള നല്ല അച്ഛന്മാരെ കാണാനിടയായി. പിന്നെ ഇങ്ങനെ ഉന്നതമായ ഒരു ആദർശം വൈദികനാവാൻ തോന്നാൻ വല്ല പുസ്തകങ്ങളും അത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യേണ്ടേ. എൻ്റെ ചാച്ചനാണ് അതിന് കാരണക്കാരൻ. എൻ്റെ വീട്ടിൽ നല്ല നല്ല മാസികകൾ വരുത്തും, പ്രേക്ഷിതകൾ അന്നത്തെ സത്യദീപം, കർമ്മലകുസുമം, ഇങ്ങനെയുള്ള കിട്ടാവുന്ന എല്ലാ കത്തോലിക്ക പ്രസിദ്ധികളും വരുത്തും, ദീപികയും വരുത്തുമായിരുന്നു. ഇതെല്ലാം എല്ലാ ദിവസവും തന്നെ വായിക്കാനുണ്ടായി. ഏറ്റവും സ്വാധീനിച്ചത് പ്രേക്ഷിതകളാണ്. അതിനകത്ത് സ്വാധീനിച്ചത് പ്രേക്ഷിതയുടെ വടക്കേ ഇന്ത്യയിലെ മിഷൻ വാർത്തകൾ ഇടുമായിരുന്നു. അപ്പോൾ അവരുടെ കഷ്ടപ്പാടും ത്യാഗം അവർ ചെയ്ത സ്ഥാപനങ്ങളൊക്കെ എഴുതുമായിരുന്നു. അത് വായിക്കാൻ ആവേശത്തോടെ കാത്തിരുന്നു മാസം തോറും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ വരുത്തി കൊടുത്ത കൊച്ചുനാളിൽ ഇത് ഒത്തിരി സ്വാധീനിക്കും. അതുകൊണ്ട് കുട്ടികളെ ധ്യാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നരിക്കുഴിയച്ഛൻ ജയിക്കും നരിക്കുഴിനെ ധ്യാനിപ്പിച്ചു. അത് ഒത്തിരി സ്വാധീനം. കൊച്ചുനാളിലെ ധ്യാനമൊക്കെ ഹൈസ്കൂളിൽ UP സ്കൂളിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛൻ ധ്യാനിപ്പിച്ചു. നല്ലൊരു അച്ഛനായിരുന്നു. അതും അന്നേരമാണ് ഈ പുസ്തകം എൻ്റെ ലില്ലി എന്നൊരു പുസ്തകം, മരിയകുര്യത്തിൻ്റെ കഥ എപ്രേമച്ച് എഴുതിയ പുസ്തകമാണ്. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ, കൊച്ചദേശയുടെ നവമാലിക പുസ്തകം, പിന്നെ അൽഫോൻസാമയുടെ മരിക്കുമ്പോൾ മുതൽ തന്നെ 46 മുതൽ എനിക്ക് അന്നേരത്തിന് 7 വയസ്സായി. അന്നേരം മുതൽ തന്നെ ഈ ഭരണങ്ങാനത്ത് പോയി പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. വെല്ലിപ്പം കൊണ്ടുപോയി ഞാൻ എല്ലാവരും ഇങ്ങനെ നിരന്തരമായിട്ട് തന്നെ പോകുമായിരുന്നു മുടങ്ങാതെ. അതുകൊണ്ടാണ് ഞാൻ അച്ഛനായിട്ട് വന്നപ്പോൾ ആദ്യത്തെ കുർബാന അൽഫോൻസാമയുടെ അവിടെ നിന്ന് ചെല്ലുത്. ഇപ്പോൾ ഈയിടെയും അവിടെ പോയി ചെല്ലാനിടയായി, കഴിഞ്ഞ ആഴ്ച അവിടെ പോയി കുർബാന ചെല്ലാനിടയായി. അപ്പോൾ അൽഫോൻസാമയുടെ ജീവചരിത്രം ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ സ്വാധീനിക്കുന്നുണ്ടായി. സെമിനാരി വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ വൈദിക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ബോധ്യം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നയാളാണ് നരിപ്പാറയച്ചൻ. ആ കാലങ്ങളിൽ തന്നെ ശക്തമായ സന്ദേശങ്ങൾ നൽകി വഴി നടത്തിയിരുന്ന ഗുരുക്കന്മാരെയും അതിലുപരിയായി ശരിയായ തിരിച്ചറിവുകൾ അപ്പോൾ പകർന്നു നൽകി വളർത്തിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തെയും അച്ഛൻ അനുസ്മരിക്കുന്നു. മൈനർ സെമിനാരി പഠനം എവിടെയായിരുന്നു? മൈനർ സെമിനാരി പാലായിലായിരുന്നു. ഇവിടെ തലശ്ശേരിക്ക് ഒന്നും മൈനർ സെമിനാരി ഇല്ല. 56 2 വർഷമായുള്ളൂ മൈനർ സെമിനാരി ഇല്ല.
പാലായിക്കും അതിന് സെമിനാരി ഇല്ല. പലരും 50 തുടങ്ങിയത്. ഇപ്പോൾ സെമിനാരി പണിയാനുള്ള സാഹചര്യം അവർക്കും ഉണ്ടായില്ല. പിന്നെ ഒരു ബാലഭവൻ, കുമ്മണ്ണൂർ ഒരു ബാലഭവൻ, കുട്ടികളെ സംരക്ഷിച്ച സ്ഥലമാണ്. ആ കുട്ടികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അവിടെ ഒരു വലിയ ഹോളാണ്, പള്ളിക്കൂടം പോലെ. ആ ഹോളിനകത്ത് ഒരു കയറ്റുക വിരിച്ച് അതിന് മുകളിൽ കിടക്ക വിരിച്ച് അതിനകത്ത് ഞങ്ങൾ കിടക്കുന്നു. ഇങ്ങനെ അടുക്കി ലൈനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ട്രങ്ക് വെട്ടി, അത് ഞങ്ങളുടെ ആ സമ്പത്ത്. അതിനകത്ത് ഞങ്ങളുടെ ഉടുപ്പും പരിപാടിയും എല്ലാ സാധനവും ഇട്ട് വയ്ക്കുക. കട്ടിൽ കസേരയൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 57 ആയപ്പോഴത്തേക്കും പാലായിക്ക് സെമിനാരിയായി. പുതിയ സെമിനാരി സ്ഥലം മേടിച്ച് പണിത് ഇപ്പോഴത്തെ പറ്റി സെമിനാരിക്കും സ്ഥലം പരിമലക്കുന്നെന്ന് പറയും. അതിൻ്റെ ഉദ്ഘാടനം ഞാൻ കൂടി ഉണ്ടായി. വെള്ളപ്പള്ളി പിതാവ് വന്ന് ഇതിൻ്റെ ഉദ്ഘാടനം വന്ന് പ്രസംഗം പറഞ്ഞ് KC ചാക്കോയും ഷെവലർ KC ചാക്കോ പഴയ ഇവർ രണ്ടുപേരുടെയും പ്രസംഗത്തിൽ ഓരോ കാര്യം ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്. അന്നത്തെ പ്രസംഗത്തിൽ 57 പിതാവിൻ്റെ പ്രസംഗം പറഞ്ഞത് ഒരു വാക്കിയതേ ഉള്ളൂ. പിതാവിനിങ്ങനെ ഒരു ഉദാഹരണം പറയുമായിരുന്നു. ഒരു പേരം എന്നും പള്ളിയിൽ പോകും. അപ്പോൾ ഈ മടിയും കുത്തിപ്പിടിച്ച് പോകുന്ന കണ്ടപ്പോൾ വിചാരിച്ച് പറഞ്ഞു, ഇങ്ങനെ വിഷമിച്ച് എന്നും വരണ്ട, ശനിയാഴ്ചയൊക്കെ വന്നാൽ മതി. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു മകൻ അച്ഛനാകാൻ പഠിക്കുന്നുണ്ട്, അവൻ അച്ഛനാകുന്നവരെ ഞാൻ എങ്ങനെ എന്നും വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിതാവ് പറഞ്ഞു, അത് എൻ്റെ അമ്മയാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിതാവ് അച്ഛനാകാൻ പ്രാർത്ഥിച്ചു, അമ്മ മെത്രാനായി. അപ്പോൾ അതുകൊണ്ട് ആ പിതാവിൻ്റെ ആ ഉദാഹരണം പറഞ്ഞപ്പോൾ ഞങ്ങളെ സ്പർശിച്ചെന്നേ. ഒരമ്മമാർ ഇത് കേൾക്കുന്നവരെ അല്ലേ ശ്രദ്ധിക്കുന്നതല്ലാണ്. അമ്മമാർ പ്രാർത്ഥിക്കണം, അച്ഛനാകണമെങ്കിൽ അച്ഛനാകാൻ പോകാനും അച്ഛനാകണമെങ്കിൽ അമ്മമാരുടെ പ്രാർത്ഥന. എൻ്റെ അമ്മ ഇപ്പോഴും 96 വയസ്സിലും ഇപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ. സെമിനാരി കർമ്മഡിഗിരി ആദ്യം ഫിലോസഫി. അത് ഇവിടുന്ന് അന്ന് സെമിനാരി പറയുകയാണെങ്കിൽ എല്ലാത്തിനും അടിസ്ഥാനം ഇടുകയാണ്. സുറിയാനി പഠിക്കണം, ലത്തീൻ ഭാഷ പഠിക്കണം, മലയാളം, ഇംഗ്ലീഷ് എല്ലാം. ഈ 2 വർഷമേ ഉള്ളൂ തരുന്നു. 2 വർഷം ഈ കോഴ്സെല്ലാം പഠിക്കുകയും ചെയ്യുമായിരുന്നു. ലത്തീൻ ഭാഷയിലാണ് പിന്നെ ചെന്ന ഫിലോസഫിയിലെ പുസ്തകവും ടെക്സ്റ്റ് ബുക്കും ലെക്ചറും ഒക്കെ ലത്തീൻ ഭാഷയിലാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് എളുപ്പമുണ്ട്. പക്ഷെ പഠിക്കാൻ സാധിക്കുമായിരുന്നു പറയാൻ വേണ്ടി. നമ്മൾ പഠിക്കാനുള്ള കഴിവ് നമ്മുടെ കേരളത്തിൽ മക്കൾക്ക് ഉണ്ട്. ഭാഷ പഠിക്കാനൊക്കെ 6 മാസം മതി. സുറിയാനി ഞങ്ങൾ സുറിയാനി ഖുറാനേ ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫിലോസഫി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ തീസിസ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എന്നെ സെലക്ഷൻ നടത്തി ഞാൻ ഓർക്കുന്നുണ്ട്. അത് ലെക്ചറേഴ്സിന് മറ്റച്ഛന്മാരൊക്കെ ഇരിക്കുക. അപ്പോൾ അവർ ലത്തീനിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ലത്തീൻ ഭാഷയിൽ ഉത്തരം പറയണം. അപ്പം അങ്ങനെ അത് പരിശീലിക്കുകയാണെങ്കിൽ സാധിക്കുന്നുണ്ട്. തരുവേ മേജർ സെമിനാരിയിൽ ഒരുമിച്ച് പഠിച്ചവരെ ഒക്കെ ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ ബാച്ചുകാരെ ഇങ്ങനെയൊക്കെ നടത്താറുണ്ട്. ഒരാൾ മെത്രാനായി. ആരാണ്? തോമസ് ചക്കിയാത്ത് ബിഷപ്പ് എറണാകുളം സഹായ മെത്രാനായിരുന്നു. ഞങ്ങൾ എല്ലാ വർഷവും തന്നെ ഇപ്പോൾ ബാച്ചുകാരൊന്നും കൂടുന്നുണ്ട്. കുറേ അധികം പേരും മരിച്ചുപോയി, കുറേ അധികം പേര് കിടപ്പായി. വന്നു കൂടാനിപ്പോൾ അന്ന് 100-120 പേര് ഒന്നിച്ചുണ്ടായിരുന്നു. കേരളത്തെ എല്ലാവരും അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. വേറെ കോട്ടയം സെമിനാരി ഇല്ല, തൃശ്ശൂർ സെമിനാരി ഇല്ല, ഒന്നുമില്ല. എല്ലാവർക്കും കൂടെ ഇല്ല. ലത്തീൻകാർക്കില്ല, മലങ്കരക്കാർക്കില്ല. അതുകൊണ്ട് ഈ 3 റീത്തുകാർ ഒന്നിച്ച് അവിടെ പഠിച്ചുകൊണ്ട് വിശാലകഥയൊക്കെ എവിടെ ചെന്ന സുഹൃത്തുക്കളുണ്ട്. കേരളത്തിൽ എവിടെ ചെന്നാലും എല്ലാ റീത്തുകാരുമായിട്ട് യോജിച്ച് പോകാനുമൊക്കെ ആയിട്ട് കർമ്മലഗിരി ചെല്ലുമ്പോൾ ഞങ്ങളുടെ റെക്ടറായിട്ട് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഫാദർ ഔറേലിയൻ യൂണിവേഴ്സിറ്റി, സ്പെയിൻകാരൻ. സ്പെയിൻ 50 വർഷം മുമ്പ് ഇന്ത്യയിൽ വന്നിട്ട് പിന്നെ തിരിച്ച് പോയിട്ടേ ഇല്ല. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കേട്ട് 50 വർഷം ഒരു കൂടെ ഒരു വാച്ചുമില്ല അന്ന് കൊണ്ടുവന്നത്. അത്ര ദാരിദ്ര്യത്തിൽ ജീവിച്ച് ഞാനും ജീവിച്ചിരിക്കുന്ന ഒരു പുണ്യാനായിട്ട് കണ്ടത് ആദ്യം ശരിക്കും നല്ലൊരു പറയുന്ന പോലെ ജീവിക്കുന്ന ഒരാളെ കാണാൻ വിഷമമാണല്ലോ. അതൊരാളാണ് പുള്ളിക്കാരൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഞങ്ങൾ സെമിനാരി പഠിക്കുക. അതുകൊണ്ട് അദ്ദേഹം ക്ലാസ്സിൽ വന്നിട്ട് പോകുമ്പോൾ താടിയുള്ള ഈ താടി പൊഴിയുന്ന രോമങ്ങൾ പെറുക്കി വെക്കുമായിരുന്നു പിള്ളേരെ. അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു ഒരു വിശേഷിപ്പായിട്ടേ. അപ്പോൾ പുള്ളി അത്ര നന്നായിട്ട് ജീവിച്ച ഒരാളെ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സഹപാഠിയാണ് റോമിൽ പോയ കൊല്ലക്കമ്പലച്ചൻ. തലശ്ശേരി കൊല്ലക്കമ്പലച്ചനുണ്ട്, തലശ്ശേരി റെക്ടറൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് റോമിൽ പോകാൻ പറ്റാതിരുന്നതിൻ്റെ വിഷമമില്ല. അച്ഛനെ കണ്ടപ്പോൾ തീർന്നു. റോമിൽ പോയാൽ ഈ അച്ഛനെ കാണാൻ പറ്റിയല്ലോ. ഇപ്പോൾ റോമിൽ പഠിക്കുന്നതിനൊക്കെ വലിയ കാര്യമായിട്ട് ഈ അച്ഛൻ്റെ ജീവിതം മാത്രമേ കണ്ട് പഠിക്കാൻ സാധിച്ചത്. ഒരു വലിയ പഠിത്തമായിട്ട് അദ്ദേഹമാണ് ആധ്യാത്മിക പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് എല്ലാ ദിവസവും ധ്യാന പോയിൻസൊക്കെ തന്നെ വലിയൊരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ധന്യനാകാനൊക്കെ ഉള്ളവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. സക്കറിയാസത്തിന് അതിന് മുമ്പ് മരിച്ചുപോയി. ഇവർ 2 പേരും വിദേശത്ത് വന്ന 2 അച്ഛന്മാരാണ്, സ്പെയിൻകാർ 2 അച്ഛന്മാരാണ്. നീണ്ട അരനൂറ്റാണ്ട് കാലം ഏറ്റവും പ്രശംസനീയമായ രീതിയിൽ കർത്താവിനു വേണ്ടി ശുശ്രൂഷ ചെയ്തതിനൊടുവിൽ
പൂർണ്ണ സംതൃപ്തിയോടെ വിശ്രമ ജീവിതത്തിനായി ഒരുങ്ങുന്ന നരിപ്പാറയച്ചൻ തൻ്റെ ജീവിതത്തിലൂടെ ഉദ്ഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഏറെ പ്രസക്തമാണ്. നല്ലിടയൻ്റെ സ്വർഗീയ ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദൈവത്തിനു വേണ്ടി ആത്മാക്കളെ നേടാനിറങ്ങിയ അദ്ദേഹത്തിന് അവിടുന്ന് സമ്മാനിച്ചത് വിലമതിക്കാനാവാത്ത ഏറെ നേട്ടങ്ങളാണ്. ആ നേട്ടങ്ങളുടെയും വിസ്മയനീയമായ തിരിച്ചറിവുകളുടെയും വഴികളിലൂടെ ഈ യാത്ര തുടരും. അത് ആ പള്ളിക്ക് ഒരു 15 അടി വീതി, 40 അടി നീളമുള്ളൂ. അതിൻ്റെ പുറകിൽ ഒരു മുറി, അതാണ് സങ്കീർത്തനം. വേറെ മുറിയില്ല. അപ്പോൾ 2 കട്ടിട്ടാണ്ട് ഇടയുള്ളൂ എന്ന് മനസ്സിലാക്കി. ധൈര്യമുണ്ടെങ്കിൽ എന്നെ വെടിവെക്കാൻ പറഞ്ഞു. ഞാൻ നിയമം പാലിക്കാൻ പറയുന്നയാളാണ്. ആർക്കിட்ட വെടിവെക്കേണ്ട നിയമം ലംഘിക്കുന്നവർക്കിട്ടാണ്, നിയമം പാലിക്കുന്നവർക്കിട്ടാണ്. അപ്പം അവരുടെ ആത്മവീര്യം പോയി. 65 ചിങ്ങമാസം 1-ാം തീയതി രാത്രി 1 മണി സമയം. 1 മണി സമയത്ത് ഈ പുതപ്പിൻ്റെ കീഴെ കിടന്നുണ്ട് കൊടുത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു. ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ 32 വരെയുള്ള വളകെഴുത്തിപ്പം വെള്ളിക്കര